നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ അറിയാതെ നമുക്ക് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് വളരെ രഹസ്യമായി ചോറൂണങ്ങ് നടത്താം. ചെമ്പകമംഗലത്തിന്റെ ഓരോ ഗതികേടെ വലിയ പോലീസ് ഓഫീസർ കാണിച്ച സിമ്പതി അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയാൽ മതി. വളരെ രഹസ്യമായിട്ട് നടത്തിയാൽ മതി. ഒരു ചെറിയ സംശയം പോലും അവക്ക് വരാൻ പാടില്ല. അപ്പോ അങ്ങനെ തീരുമാനിക്കാം അല്ലേ കൈമളേട്ടാ? അല്ല, എന്ത് ചെയ്യാൻ പറ്റും? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങില്ലേ? ചോറൂണ് നടത്തി കഴിഞ്ഞാ പിന്നെ മോൾക്ക് വേറെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാലോ. കൊടുത്തു തുടങ്ങണം. കുട്ടിക്ക് പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കൊടുത്തേ പറ്റൂ. ജോൾസിനെ കൊണ്ട് ഒരു ഡേറ്റ് കുറിപ്പിക്കണ്ടേ? വേണം. അതിന് ഏതെങ്കിലും ഒരു ജോത്സ്യര് മതി. അത് ഞാൻ വിളിപ്പിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. എന്നാ പിന്നെ താമസിപ്പിക്കേണ്ട മുത്തശ്ശി. താമസിപ്പിക്കുന്നില്ല. കുഞ്ഞിന്റെ കാര്യമാണ്. ഇപ്രാവശ്യമെങ്കിലും ആരും ഇതിൽ ഇടംകോലിടാൻ നോക്കരുത്. അമ്മ എന്നെ ഉദ്ദേശിച്ചില്ല പറഞ്ഞത്. എന്റെ ആത്മാർത്ഥതയല്ലേ അമ്മ ചോദ്യം ചെയ്തേ? ഞാൻ അങ്ങനെ ചെയ്യുന്നല്ല അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. ഏയ് അല്ല മാലതി, അമ്മ ഒരു സാധാരണ മട്ടി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്നെ ഉദ്ദേശിച്ചു തന്നെയല്ലേ പറഞ്ഞത്? ആ, ദാ പ്രത്യക്ഷപ്പെട്ടു 11ാമത്തെ അവതാരം. ഞാൻ എല്ലാം കേട്ടു. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള പ്ലാനിങ്ങാ നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ചെയ്താൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കൂ. നിന്റെ സമ്മതം ആർക്ക് വേണോടി? ഇറങ്ങി പോടി ഇവിടുന്ന്. അങ്ങനൊന്നും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല കാർത്തി. നീ പോയില്ലെങ്കിൽ നിന്റെ ഡെഡ് ബോഡി പോകും മോർച്ചറിയിലേക്ക്. വരട്ടാതെ കുട്ടിയുടെ ചോറൂണ് നടത്തിയ അതിന്റെ എല്ലാ ചടങ്ങിലും ഞാൻ കൂടി പങ്കെടുക്കും. ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോറൂണ് എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനും മീനാക്ഷിയും കൂടി. നടക്കില്ല. പേടിപ്പിച്ച ഓടുന്നവളൊന്നും അല്ല മൈഥിലി. അതൊക്കെ പണ്ട്. എടി കേക്കടി. എന്നെ മാറ്റി നിർത്തി ചടങ്ങുകൾ നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ചോറൂണ് നടക്കുന്ന ദിവസം ഞാൻ പ്രസ് മീറ്റ് വിളിക്കും. മീഡിയയുടെ മുമ്പില് എല്ലാ കാര്യങ്ങളും ഞാൻ വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറയും. ഒരമ്മയുടെ ഒറ്റയാൾ പോരാട്ടമെന്ന് മീഡിയ അതിന് പേരിടും. മനസ്സിലായോടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.